പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ ഒരു അഭിമുഖ സംഭാഷണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ ദീർഘകാല സുഹൃത്തും പരിസ്ഥിതി പ്രവർത്തകനും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന സമയത്ത് എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുമായിട്ടുള്ള സിമനേസ് ബാബുജിയാണ്. അദ്ദേഹം 2014 മുതൽ പശ്ചിമഘട്ട ഏകോപന സമിതി എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രധാന സംഘാടകനായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഈ സമിതിയുടെ ചെയർമാനായി പ്രവർത്തിക്കുകയാണ്. നമ്മളിന്ന് ബാബുജിയുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും ഒരു മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിടിച്ചിൽ ഉണ്ടായി 5-6-7 പേരും മരിച്ചെങ്കിലും അതന്ന് മേപ്പാടിയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായ ദുരന്തം പോലെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടില്ല. കാരണം അന്ന് ഉണ്ടായതിൻ്റെ അത്രയും തീവ്രമായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായില്ല, അത്രയും പേരും മരിച്ചില്ല. 2 മരിച്ചവരിൽ തന്നെ ഭൂരിപക്ഷം പേര് അല്ലെങ്കിൽ മരിച്ചവരെല്ലാവരും അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളത് കൊണ്ടും നമ്മളത്ര കാര്യമായിട്ട് അത് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ പരിസ്ഥിതിപരമായി നമ്മളെടുത്ത് നോക്കുമ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഒരുപാട് സൂചനകൾ ഈ കള്ളാടിയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഇത് വയനാട്ടിലെ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പരിസ്ഥിതി ആഘാതം എന്താണ്, അത് ഏത് നിലയിലാണ് ഇനി നമ്മുടെ വയനാട്ടിലെ പോലെയൊക്കെയുള്ള പരിസ്ഥിതി ലോലമായിട്ടുള്ള പ്രദേശങ്ങളെ ബാധിക്കാൻ പോകുന്നൊക്കെയുള്ള വിവരങ്ങൾ വിശദമായി ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ള നിലയിൽ ശ്രീ ബാബുജിയിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം, പ്രതിപക്ഷത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യമായി ചോദിക്കാനുള്ളത്, ഏതാണ്ട് 1 വർഷം 2-3 വർഷം മുമ്പാണ് മേപ്പാടിയിൽ 24 അന്ന് 100-ലധികം ആളുകൾ അവിടെ മരിച്ചു. അപ്പം അന്ന് തന്നെ വളരെ പരിസ്ഥിതി ലോലമാണ് ആ പ്രദേശങ്ങൾ എന്നുള്ള നിലയിലുള്ള ചർച്ചയുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ വീണ്ടും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടന്നു. അതിൻ്റെ കരാറിൽ ഏർപ്പെട്ടു, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ വീണ്ടും ഇത്രയും ആളുകൾ മരിക്കുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ വയനാട്ടിലുള്ള ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ടാമത്തെ സംഭവം എന്താണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന കോർപ്പറേറ്റ് അടക്കമുള്ള സാമ്രാജ്യത്വ മേഖലയിൽ അതിഭീകരമായ ഒരു കടന്നുകയറ്റമാണ് കേരളത്തിലെ പരിസ്ഥിതി രംഗത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ തുടങ്ങിയ കാര്യങ്ങളല്ല, നമുക്കറിയാം. പരിസ്ഥിതി രംഗത്ത് ശരിക്കും ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയിരിക്കുന്ന ഒരു കടന്നാക്രമണമാണിത്. ഒരുപക്ഷെ ഇതിനു മുൻപില്ലാത്ത രീതിയിൽ കഴിഞ്ഞ ഒരു 10 വർഷം ഏതാണ്ട് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മളിവിടുത്തെ പരിസ്ഥിതി നിയമങ്ങളൊക്കെ മാറ്റിമറിക്കപ്പെട്ടു. പല പരിസ്ഥിതി നിയമങ്ങളിലും വെള്ളം ചേർത്തു. അത് വ്യാപകമായ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെയൊക്കെ എന്ത് നിയമങ്ങളുണ്ട്, നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം, ഇത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും യാതൊരു ഇതുമില്ല. ഞാൻ വളരെ തമാശയായിട്ടാണ് പറയുന്ന ഒരു കാര്യം, ചിലപ്പോൾ ഒരു കോറി അനുമതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുക്കം പോലുള്ള ഒരു പഞ്ചായത്തിൽ അവിടെ ഒരു പ്രത്യേക ഓഫീസിലിരുന്നിട്ട് ഒരു കോറിക്ക് അനുമതി കൊടുക്കേണ്ട 9-ലധികം അനുമതി പത്രങ്ങൾ അവിടെ ഇരുന്ന് ഒരാൾ സീലടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ലക്ഷം രൂപ കാശ് കൊടുത്തെങ്കിൽ ഒരു കോറിക്ക് അനുമതി കൊടുക്കും. ഇത്തരം സംഭവങ്ങളാണ് വയനാട്ട് ചുറ്റുപാടുമുള്ള എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വയനാട്ടിൻ്റെ ഒരു പ്രത്യേക പരിസ്ഥിതിയുണ്ട്. വയനാട് ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രത്യേകത ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വയനാട് എന്ന് പറഞ്ഞിരിക്കുന്നത്. വയനാട്ടിൻ്റെ ഒരു പ്രത്യേകത, തീരദേശത്തു നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇത്രയധികം ഉയർന്ന പർവ്വത മേഖലയുള്ളത്, അവിടുത്തെ മണ്ണും ഒക്കെ വളരെ സെൻസിറ്റീവാണ്. അത് മാത്രമല്ല, വലിയ രീതിയിലേക്കുള്ള ഫോറസ്റ്റ്, വനം നിബിഡമായിരുന്ന ഒരു മേഖലയിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടുകയും മണ്ണ് ആ രീതിയിലേക്ക് ദുർബലമാവുകയും ചെയ്തു. ഒലിച്ചു വീഴുന്ന മഴവെള്ളമൊക്കെ താഴേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ വന്നു വീഴുന്നതൊക്കെ പുതിയ നദികളായിട്ടൊക്കെ, ഇതൊക്കെ പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കള്ളാടിയിലുള്ള മണ്ണൊലിപ്പുണ്ടായി കഴിഞ്ഞപ്പം പുഴകളൊക്കെ ഉണ്ടാകുന്നത് ഈ രീതിയിലേക്ക് മണ്ണൊലിപ്പുണ്ടാകുമ്പോഴല്ലേ, അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോഴല്ലേ പുഴകൾ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായ കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ എന്ത് അവജ്ഞയോടുമാണ് സാധാരണ നമ്മുടെ ഈ സോ കോൾഡ് ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളയെന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് നമുക്കിതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവുന്നത്. അപ്പോൾ ഇതെല്ലാം വലിയൊരു കൂട്ടുകച്ചവടം എന്നുള്ള നിലയിലാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം വന്നതിന് ശേഷം
വയനാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന പരിസ്ഥിതിക്കാരെ അതിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ പല മേഖലയിൽ ഒത്തുചേരുകയും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുള്ള കാര്യത്തിൽ വളരെ വിശദമായ ഒരു പഠനം നടത്തി അവിടെ മുഴുവൻ സന്ദർശിച്ച ആൾക്കാരെ കണ്ട് ജനങ്ങളുമായിട്ട് സംവദിച്ച് അവരുടെ അനുഭവം കൂടി ഷെയർ ചെയ്ത് വളരെ വിജ്ഞാനപ്രദമായ അല്ലെങ്കിൽ പഠിക്കത്തക്കുള്ള ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി ആ ഡോക്യുമെൻ്റ് സർക്കാരിന് അന്ന് കൊടുത്തിരുന്നു. പക്ഷേ അതിൽ വരാൻ പോകുന്ന ഒരു കാലത്തെക്കുറിച്ച് വയനാട് എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചൊക്കെ അതിനകത്ത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോയത്. അത് തുരങ്കപ്പാത വരുന്നതിന് മുന്നേ തന്നെ തുരങ്കപ്പാതയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുരങ്കപ്പാത വരുന്നത് ശരിക്കും വയനാട്ടിലുണ്ടാകുന്ന അപകടങ്ങൾ അത് വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തുരങ്കപ്പാതയ്ക്കെതിരായിട്ടുള്ള സമരങ്ങൾ വളരെ രൂക്ഷമാവുകയും അവിടെ പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബാദുഷയുടെ നേതൃത്വത്തിൽ കോടതിയിലൊക്കെ പോവുകയും ചെയ്ത്. ശരിക്കും ഈ നമ്മൾ പറയല് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഇത്തരം കാര്യങ്ങൾ പരിസ്ഥിതി അനുമതി കൊടുക്കുന്നതൊക്കെ തന്നെ. ഞാൻ ഇടയ്ക്കൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മളൊക്കെ ഒരുമിച്ച് കുറേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന സംഘടനയിൽ പ്രവർത്തിച്ചു. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിലായിരുന്നു. അപ്പോൾ അന്ന് പ്രവർത്തിക്കുമ്പോഴൊക്കെ അതിന് മുന്നിൽ നിന്നിരുന്നത് ഒരു വാൻഗാർഡായിട്ട് നിന്നിരുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും CPM എന്ന് പറയുന്ന പാർട്ടിയൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പരിസ്ഥിതിയുടെ രംഗത്ത് പരിപൂർണമായി പ്രതിലോമ ശക്തികൾക്കൊപ്പം ആണ് CPM എന്നുള്ളത് നമ്മൾ കാണുന്നു ഒരു വശത്ത്. മറുവശത്ത് നിർഭാഗ്യവശാൽ ഈ വിഷയത്തിൽ ഒരു ഇടത് വലത് ഐക്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പം കോടതികളുടെ ഭാഗത്തു നിന്നും ഇതുപോലെ തന്നെ സമീപനം വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു ലേഖനത്തിലാണ് കണ്ടത്, സുപ്രീം കോടതിയിൽ ഈ തുരങ്കപാതയുടെ കേസ് ചെന്നപ്പം അത് കേരളത്തിൻ്റെ ലൈഫ് ലൈനാണ് എന്ന് കോടതി പറയുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതിയുടെ വിഷയത്തിൽ എങ്ങനെയാണ് ഇങ്ങനൊരു ഇടത് പിന്നോട്ട് പോക്ക്, വലതിൻ്റെ ഒത്താശ, നീതിന്യായ വ്യവസ്ഥയുടെ ഒത്താശ, ഇതെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെയാണ് ഈ പരിസ്ഥിതി തകർക്കുന്ന പ്രതിലോമ ശക്തികൾക്ക് ഒരു പിന്തുണയുമായി വരുന്നത്? അതെങ്ങനെയാണ് നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റുക? നമ്മളൊരു കപട വികസനത്തിൻ്റെ ആൾക്കാരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കപട വികസനം എന്ന് പറയുന്നത് പ്രകൃതിക്ക് എന്തെല്ലാം ദോഷം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെല്ലാം മാറ്റം വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, താൽക്കാലികമായ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനിലാണ് ഇവരെല്ലാവരും കൂടെ ഒരു കൂടിച്ചേരലുകളൊക്കെ നടക്കുന്നത്. ആർക്കും പ്രത്യേകിച്ച് നഷ്ടമില്ല, പ്രകൃതിക്കാണുള്ള ദോഷം വരുന്നത്, എനിക്ക് അതിനകത്ത് ഗെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ലേ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് ഈ കോടതിയിലേക്ക് വരുന്നത്. ഇപ്പം ഒരു സമയത്ത്, അതായത് പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന പ്രവർത്തനം തുടങ്ങുന്ന ആദ്യം ഈ കോറി മേഖല ഉണ്ടായിരിക്കുന്ന സമരങ്ങൾ ഊർജിതപ്പെടുത്തി കൊണ്ടാണ്. അന്ന് ശരിക്കും നമ്മളൊരു 100-ലധികം കോറി സമരങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യം, ഈ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴെല്ലാം നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്നവരെന്ന് പറയുമ്പോൾ കോറി മുതലാളിമാരുടെ കൂടെ നിൽക്കുന്ന അവിടുത്തെ ഇടതുപക്ഷമാണ്, അവിടുത്തെ CPM-കാരും ഒക്കെയാണ് അവരോട് ഒത്താശയിൽ നിൽക്കുന്നത്. അതിപ്പം നേരത്തെ പറഞ്ഞാൽ അത് മാറി ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ധി ചെയ്യുന്ന കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് പരിസ്ഥിതി മേഖലയിൽ ഇപ്പം എന്നെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ഷാജഹാൻ അറിയാവുന്ന കാര്യമല്ലേ. മുട്ടിൽ മരം ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത്ര തീവ്രമായ ഒരു ഇഷ്യൂ കോടതി ചെന്നപ്പോൾ പോലും കോടതി സർക്കാരിന് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കാനാണ് നമ്മളോട് പോലും പറഞ്ഞത്. അപ്പം അങ്ങനെ കോടതി എടുക്കുന്ന സമീപനങ്ങൾ ഇതിലൊക്കെ ബാധകമായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ തുരങ്കപ്പാതയുമായി ബന്ധപ്പെട്ട് ഇവിടെ പരിസ്ഥിതിയാഘാത പഠനം, അത് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്ന ഒത്തിരി കാര്യം. അതിൽ ഈ ഓരോ തലങ്ങളിലുണ്ടായിരിക്കുന്ന ഈ എക്സ്പെർട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സോക്കോൾഡ് എക്സ്പെർട്സ് ആയിരിക്കുന്ന ആളുകളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് എന്ത് റിപ്പോർട്ടാണ് അവർ കൊടുക്കേണ്ടതെന്ന് മുൻകൂട്ടി അവർക്കൊരു ധാരണയായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ പോകുന്നത് വെറും കാപട്യം നിറഞ്ഞതാണ്. തുരങ്കപ്പാത വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു സർക്കാർ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ സർക്കാരിന് അനുകൂലമായിട്ടേ ഇത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആ സർക്കാരിന് അനുകൂലമായിട്ട് പരിസ്ഥിതിയാഘാത നിയമം അവർ മാറ്റി എഴുതുന്നു, പരിസ്ഥിതിയാഘാത പഠനം നടത്തി അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ട് കോടതി നമ്മൾ എന്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ഇതിനെക്കുറിച്ച് അറിയാം? എക്സ്പേർട്സിൻ്റെ റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല വിവരമുണ്ട്? എക്സ്പേർട്സ് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അനുമതി കൊടുക്കുന്നത്, അതിൻ്റെ മേലെ യാതൊന്നും ചെയ്യാൻ. അപ്പോൾ ഈ എക്സ്പേർട്സ് എന്ന് പറയുന്നതും ഭരിക്കുന്ന ഭരണകൂടം എന്ന് പറയുന്നതും കോടതിയൊക്കെ ഈ രീതിയിലേക്ക് ഇതിനെല്ലാം വ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ്. അതാണ് ശരിക്കും ഈ തുരങ്കപ്പാതയുടെ വിഷയം ഈ രീതിയിലേക്ക് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബാദുഷ സുപ്രീം കോടതി വരെ പോയതാണ്. പക്ഷേ ഈ പറഞ്ഞ പരിസ്ഥിതിയാഘാത പഠനം നടത്തി അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അത് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ
കോടതിക്ക് ഇടപെടാനില്ല, ആർക്കും അതിൽ ഇടപെടാനില്ല. എന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങൾ അനുഭവിച്ചോട്ടെ എന്നുള്ള നിലയിൽ വന്നത്. അതാണിപ്പോൾ ഈ കള്ളാടിയിൽ സംഭവിച്ച ഒരു കാര്യവത. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സമവായം ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിഭീകരമായിട്ടുള്ള ഗതാഗത കുരുക്കായിരുന്നു. ഈ ഗതാഗത കുരുക്ക് പറഞ്ഞുകൊണ്ടാണ് വലിയ തോതിലുള്ള സമവായത്തിലേക്ക് പോയത്. അപ്പം ആ ഗതാഗത കുരുക്കിൻ്റെ വിഷയം അവിടെ വലിയൊരു വിഭാഗം ആളുകളുടെ ഇടയിൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഈ തുരങ്കപാതയ്ക്ക് അനുകൂലമായി ഉണ്ടാക്കിയിട്ടില്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രചരണം ആ രീതിയിലേക്ക് സംഘടിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലുള്ള ജനസംഖ്യ ഏതാണ്ട് 8 ലക്ഷം ജനസംഖ്യയാണുള്ളത്. ശരിക്കും വയനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ ഇവിടെ 5 പാതകളുണ്ട്, അങ്ങോട്ട് റോഡുകളുണ്ട്. വയനാട്ടിലേക്ക് പോകാനും വരാനുള്ള 5 പാതകളുണ്ട്. ഈ പാതകളിലൂടെ വയനാട്ടിലുള്ള ആളുകൾക്ക് നിർബാധം നടന്ന് അവരുടെ യാത്രകളും പുറത്തേക്കുള്ള യാത്രകളും അവർക്ക് ആവശ്യമില്ല ചില യാത്രകൾക്ക് എല്ലാ സൗകര്യങ്ങൾക്ക് ഫെസിലിറ്റി മുമ്പ് പറഞ്ഞ 8 ലക്ഷം ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. എന്നാൽ വയനാട്ടിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നോക്കാവസ്ഥ ഇപ്പോഴും വയനാട് ജില്ലയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ 8 ലക്ഷം പേർക്ക് അവിടുത്തെ വയനാട്ടിൻ്റെ പോപ്പുലേറ്റഡ് ആയിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ശരിക്കും വയനാടിനെ വികസിപ്പിക്കുന്നത്. ടൂറിസം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് അങ്ങോട്ട് കടന്നു വരാനുള്ള ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ് ഈ പാത ഒരുക്കലുടെയും തുരങ്കപ്പാതയുടെ ലക്ഷ്യം. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയനാടിൻ്റെ ചുരം കയറി വരുന്നതിൻ്റെ ആ ഭംഗിയും ആ പ്രകൃതി രമണീയതയും അത് ആസ്വദിച്ച് വയനാട്ടിലെത്തുന്ന ആളുകൾക്ക് വയനാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല. അവിടെ കുറേ വാഴയും കുറേ നെൽവയലുകളും പ്രകൃതിയുടെ. പക്ഷേ വയനാടിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ചുരം കയറി വരുന്നതാണ്. ഇവർ ടൂറിസമാണ് ഓർക്കുന്നതെങ്കിൽ പോലും താഴെ കൂടെ ഒരു ചുരം ഉണ്ടാക്കി താഴെ തുരങ്കം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആസ്വാദനം ഇഷ്ടപ്പെടും. അപ്പോൾ ടൂറിസംകാർക്കൊക്കെ ഒന്ന് പറയുന്നതൊക്കെ തന്നെ അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനൊക്കെ പറഞ്ഞ് വളരെ തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊരു പഠനം വന്നത് ഞാൻ കണ്ടതാണ്. അതായത് വടകരയിൽ നിന്നും മാനന്തവാടിയിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി പഴശ്ശിപ്പാത എന്ന് പറഞ്ഞൊരു നേരത്തെ ഉണ്ടായിരുന്നത്, അതായത് വനത്തിൽ കൂടെയാണ് ഇത് കൂപ്പ് റോഡാണത്. ഏതാണ്ട് ഒരു 6980 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 7 കിലോമീറ്ററിലോളം ദൂരത്തിൽ വയനാട്ടിലുള്ളത് കൂപ്പ് റോഡ്. അപ്പം വയനാട്ടിൽ നിന്ന് തടി വെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന റോഡ് 6 മീറ്റർ വീതിയുള്ള റോഡാണ്. അതിനകത്ത് 5 കിലോമീറ്റർ റോഡും വനത്തിനുള്ളിൽ തന്നെ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഇവിടെ വളവില്ല, പിൻഹോളില്ല, അല്ലെങ്കിൽ തിരിവില്ല, കുന്നില്ല, ഇതൊന്നും അല്ലാത്ത രീതിയിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വടകരയിൽ നിന്നും മാനന്തവാടി എത്താനുള്ള ഏറ്റവും എളുപ്പമായിരിക്കുന്ന ഒരു വഴിയാണ്. വനത്തിൽ കൂടി ക്രോസ് ചെയ്ത് വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും എളുപ്പം എടുക്കാവുന്ന ഒരു കാര്യമാണ്. യാത്ര വളരെ എളുപ്പമാകുന്നു. അതുപോലെ പാരിസ്ഥിതികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ വനം വകുപ്പ് ആ മേഖലയിൽ കൈവയ്ക്കുന്നു. അവരുടെ താല്പര്യം അതല്ല. അല്ലെങ്കിൽ വനവുമായി ബന്ധപ്പെട്ട മറ്റുള്ള സംഘടനകൾക്കോ മറ്റുള്ള പാർട്ടികൾക്കോ അതല്ല താല്പര്യം. തുരങ്കപ്പാത വരുന്ന വഴി അത് ശരിക്കും ഒരു ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ തുരങ്കപ്പാത. ഇവിടെ തുരങ്കപ്പാത വന്നു കഴിഞ്ഞാൽ അടുത്ത ചിലപ്പോൾ മൂന്നാറിൽ വരാം, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഇവിടെ ഒരു ടൂറിസത്തിൻ്റെ പേരിൽ വരാൻ പോകുന്ന വലിയ രീതിയിലൊക്കെ ഒരു അപകടങ്ങളാണെന്നുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വരുന്നില്ലെന്ന് അതിനുള്ളൊരു ചോദ്യമില്ല. അത്തരം കാര്യങ്ങൾക്ക് ഉത്തരവും ഇവർ പറയാൻ തയ്യാറാവുന്നില്ല. 6 മീറ്റർ വീതിയിൽ വനത്തിനകത്തോടുള്ള ഇത് വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പെർമിഷൻ മേടിച്ചു കഴിഞ്ഞാൽ മറ്റേതിനേക്കാളും എളുപ്പമാണ് എൻവയോൺമെൻറ്റൽ ഇത് കിട്ടാൻ വേണ്ടി ആഘാത പഠനം നടത്തി അനുകൂലമായ റിപ്പോർട്ട് കിട്ടാൻ എളുപ്പമാണ്. അതിലേക്കൊന്നും ഇവർ പോകുന്നതേ ഇല്ല. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഉണ്ട്, ഇത്തരം ബദലുകളുണ്ട്. വയനാട്ടിലെ ആളുകൾക്ക് യാത്രാക്ലേശം പരിഹരിക്കാനുള്ള ബദലുകൾ അവിടെ ധാരാളമുണ്ട്. നിലവിലുള്ള റോഡുകളും പുതിയതുണ്ടാക്കിയെടുക്കാനും, ഇല്ലെങ്കിൽ നിലവിലുള്ള റോഡുകൾക്ക് അത് വികസിപ്പിക്കാം. ആ റോഡുകൾ വികസിപ്പിച്ച് അതിലൂടെ യാത്ര കുറെ കൂടി എളുപ്പമാക്കി കൊണ്ടുപോകാൻ സംവിധാനങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പം ചൂരൽമലയിൽ ഈ ദുരന്തം നടന്നു, അത് അതിഭീകരമായിരുന്നു. അതിനകത്ത് ഒരു പിടി ആളുകൾ, 100-ലധികം ആളുകൾ മരിച്ചു. അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടും അതിനേക്കാൾ അപകടകരമായിട്ടുള്ള പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കാൻ കഴിയുന്ന തുരങ്കപ്പാത പോലൊരു പ്രവർത്തനം അവിടെ വന്നിട്ടും ഈ വയനാടുള്ള ജനങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ട് ഇത് ആവശ്യമില്ല, ഇത് വലിയ പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്നതാണെന്നുള്ളൊരു ബോധം വയനാട്ടിലെ ഈ 8 ലക്ഷം ആളുകളുടെ ഇടയിൽ ഉണ്ടാവാത്തതും അവരിതിനെതിരെ രംഗത്ത് വരാത്തത് അതിൻ്റെ കാരണം എന്താ? കാരണം അവരുടെ പിന്തുണയില്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കതും വലിയൊരു അതിശയം തോന്നുന്ന കാര്യമാണ്. വയനാട്ടിലെ ഇപ്പം പുതിയതായിട്ട്, അതായത് മുണ്ടക്കൈ ചൂരൽമല അവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ആഘോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ജനതയിൽ ഇട്ടിരിക്കുന്ന, അപ്പം ഇങ്ങനൊരു വിചാരം, അതായത് ഒരു സ്ഥലത്തല്ലെങ്കിൽ വേറെ സ്ഥലത്ത് താമസിക്കാൻ കഴിയുമെന്നും നമുക്കങ്ങനെ പുതിയൊരു സൗകര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള നിലയിൽ ഒരു വശത്തൂടെ അത്തരം കാര്യങ്ങൾ പ്രചരണം വരുന്നു. പിന്നെ ഈ തുരങ്കപ്പാത വരുന്നതിനും നമ്മുടെ ആളുകൾക്കുള്ള പൊതുവായുള്ളത് നമ്മുടെ സിൽവർ ലൈൻ
നമ്മൾ സമരരംഗത്തുണ്ടായിരുന്ന എത്ര പേരുണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിലെ മഹാഭൂരിപക്ഷവും സിൽവർ ലൈനാണ് വരുന്നത്. വലിയ ആർഭാടമായിട്ട് നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി. പക്ഷേ അതിന്റെ അപകടങ്ങൾ നേരിട്ട് അനുഭവിച്ചിരുന്ന ഒരു വിഭാഗം ജനത മാത്രമാണ് പ്രതിരോധ രംഗത്തുണ്ടായിരുന്നത്. എനിക്കതിനകത്തുള്ള പ്രശ്നം, ഇപ്പോൾ സിൽവർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിൽവർ ലൈൻ അത് പ്രയോഗത്തിൽ വന്നില്ല, അങ്ങനെ ഒരു വിഷയം അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ചൂരൽമലയിലെ ഈ സംഭവം എന്ന് പറയുന്നത് അത് പരിസ്ഥിതി ആഘാതം കൊണ്ടുണ്ടായതാണെന്നും അത് അവിടുത്തെ തെറ്റായിട്ടുള്ള വികസന പ്രവർത്തനവും തെറ്റായിട്ടുള്ള ടൂറിസം പ്രവർത്തനം, തെറ്റായിട്ടുള്ള റോഡ് നിർമ്മാണം, തെറ്റായിട്ടുള്ള ക്വാറി നിർമ്മാണം, ഇതൊക്കെ കൊണ്ടാണ് ചൂരൽമലയിൽ ഈ ദുരന്തം ഉണ്ടായത് എന്നുള്ള കാര്യം വയനാട്ടിലെ ജനങ്ങൾക്ക്, പിന്നെ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവിലും വ്യാപകമായി ബോധ്യമായ ഒരു സംഭവമാണ്. ഇപ്പം വയനാട്ടിൽ തന്നെ ഹ്യൂം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവർ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, ബോധവൽക്കരണം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ തോതിലുള്ളൊരു ബോധവൽക്കരണം മൊത്തത്തിൽ കേരളത്തിലും വയനാട്ടിലും ഉണ്ടായിട്ടും ആ പരിസ്ഥിതി ലോലമായിട്ടുള്ള ആ പ്രദേശത്തു കൂടി ഒരുപക്ഷെ ചൂരൽമല ദുരന്തത്തെക്കാൾ വലിയ ദുരന്തം ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു പ്രവർത്തനമായിട്ടുള്ള ഈ തുരങ്കപാത വന്നിട്ടും ഒരു തരത്തിലുള്ള എതിർപ്പും ഇത്രയും പരിസ്ഥിതി ബോധ്യമുള്ള, ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ശാസ്ത്ര സാഹിത്യം, ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന, അതിൻ്റെ വളർച്ച ഞാൻ പാർട്ടിയിൽ തന്നെ ആലോചിക്കുകയായിരുന്നു. 80കളിലാണ് ഈ പരിസ്ഥിതി വികസന ചർച്ച CPM-നകത്ത് നടക്കുന്നത്, അല്ലേ? അതായത് അന്നാണ് നമ്മൾ ഈ സന്തുലിത വികസനം എന്നൊക്കെ പറഞ്ഞ്, ഞാനൊക്കെ പരിസ്ഥിതി ശാസ്ത്ര സാഹിത്യ വിഷയത്തിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ അന്ന് CIT എന്ന് പറഞ്ഞ സെറ്റുകാർ പരിസ്ഥിതി നോക്കണ്ട, വികസനം നോക്കിയാൽ മതി എന്ന് പറയുന്നു. PS അച്യുതാനന്ദൻ്റെ കൂടെയുള്ള സെറ്റുകാർ പരിസ്ഥിതി വികസനം കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഇത്തരം ചർച്ചകൾ 80കളുടെ രണ്ടാം പകുതി മുതൽ തന്നെ നടന്ന ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ ഇത്രയും ബ്ലേറ്റൻ്റായിട്ട് പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒരു വികസന പ്രവർത്തനം, അല്ല ഒരു നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടും അതിനെതിരെ ഒരു മുരടനക്കം പോലും ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളത്, അതെങ്ങനെയാണ് നമുക്കത് പിന്നെ വിശദീകരിക്കാൻ കഴിയുക? എനിക്ക് തോന്നുന്ന അത് വയനാട്ടിനെ മാത്രമായിട്ട് നമ്മളെങ്ങനെ കാണണ്ടെന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം ഏതാണ്ട് ആ ഒരു തരത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ നാളുകൾ അത് ഒരുക്കിയെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അവിടെ നേരത്തെ പറഞ്ഞ വികസനം എന്ന് പറയുന്നതിന് എതിര് പറയുന്നവരെയൊക്കെ ഒറ്റപ്പെടുത്തുക, വികസനത്തിന് ഇതെല്ലാമാണ് വികസനം, റോഡാണ്, തുരങ്കപ്പാതയാണ്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളാണ് വികസനം എന്ന് പ്രചരിപ്പിക്കുകയും ആ വികസനത്തിന് വേണ്ടി ഫണ്ട് ചെലവഴിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള എന്ന് ജനങ്ങളെ ആര്യത്തിലേക്ക് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന തലത്തിൽ നിന്നും എങ്ങനെ ഒരു മാറ്റമായിരുന്നിലേക്ക് ഉണ്ടാക്കിയെടുക്കുക വലിയ പാടാണ്. അപ്പോൾ ദുരന്തങ്ങളും ഉണ്ടാകുന്ന ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ചുരുങ്ങുകയും മറ്റുള്ള ആളുകൾ അതിൻ്റെ സുഖഭാഗത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോഴാണ് ഈ വിഷയങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മാത്രമല്ലല്ലോ, ഇപ്പോൾ നമ്മൾ 2018 പ്രളയം മുതലുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാണാം. ഇപ്പം അന്നു മുതൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ പ്രളയം വരാനുള്ള കാരണം അത് 2019 വന്നു, 20 വന്നു, പ്രളയം വീണ്ടും വർദ്ധിച്ചു വരുന്നുണ്ട്. കോഴിക്കോടും വയനാട്ടിലും പല സ്ഥലങ്ങളിലും ഇതുപോലെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതെല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ അതൊരു വലിയൊരു മൂവ്മെൻ്റ് ആക്കി, അതിനെതിരായിട്ടൊരു മൂവ്മെൻ്റ് ആയിട്ട് വരാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ, ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നവരുടെ ആളുകളുടെയൊക്കെ കുറവുകളും ഒക്കെ ഇതിനകത്തുണ്ടായി വരാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഈ കള്ളാടി ദുരന്തത്തോടു കൂടി അവിടുത്തെ ജനങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ അനുഭവിക്കുള്ളൂ മാത്രം നമ്മൾ പഠിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. എന്നാൽ പോലും താൽക്കാലികമായിട്ടൊരു പഠനങ്ങളിലേക്ക്, താൽക്കാലിക രീതിയിലേക്ക് നമ്മുടെ ആളുകൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്ന ഒരു കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. ഒരുപക്ഷെ 70കളിലൊക്കെ ഉണ്ടായിരുന്ന പരിസ്ഥിതി മേഖല ഉണ്ടായിരിക്കുന്ന ഇടപെടലുകൾ, അതിനുശേഷം വന്നിരുന്ന പരിസ്ഥിതി ഇപ്പം കോറി മേഖലയിലൊക്കെ ഉണ്ടായിരിക്കുന്ന സമരങ്ങൾ, ആ സമരങ്ങളൊക്കെ അത്ര തീക്ഷ്ണമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സമരങ്ങളൊന്നും ആ രീതിയിലേക്ക് നടക്കുന്നില്ല, കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഇതിനെയൊക്കെ ലീഡ് ചെയ്തൊക്കെ ഒരു ശക്തമായിരിക്കുന്ന ഒരു പരിസ്ഥിതി മൂവ്മെന്റ് ഇന്ന് കേരളത്തിലുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിലെ ഒരു ജീർണത, ഒരു തകർച്ച. ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ ഉണ്ടായതും വളർന്നതും ഒക്കെ തന്നെ CPM-നകത്തുണ്ടായിരുന്ന ഒരു പരിസ്ഥിതി അനുകൂല ഒരു ഘടകം ഉണ്ടായിരുന്നു CPM-നകത്ത്. അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ CPM-നകത്ത് തന്നെ വലിയൊരു പോളറൈസേഷൻ നടക്കുകയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളൊക്കെ വരികയും അവർ പരിസ്ഥിതി വിഷയത്തിലൊക്കെ വലിയ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലം നമ്മളെടുത്ത് നോക്കിയാൽ CPM-ൽ ഉണ്ടായിട്ടുള്ള തകർച്ചയ്ക്ക് സമാനമായിട്ട്, അതായത് CPM-ൽ തകർച്ച ഉണ്ടാകുന്നു, CPM-ൽ ഈ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നവരുടെ എണ്ണം കുറയുന്നു,
വികസനമാണ് പ്രധാനം എന്നുള്ള നിലയിലേക്ക് വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ CPM നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വികസനം എന്ന് പറഞ്ഞിട്ടൊരു ബസ് വേർഡിന് മാത്രമേ പിന്തുണയുള്ളൂ. CPM ആണ് യഥാർത്ഥത്തിൽ ഈ തുരങ്കപാത നിർമ്മാണത്തിന് പോലും ലീഡിംഗ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പരിസ്ഥിതിയുടെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒത്തുതീർപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലം കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ജീർണത, അതിൻ്റെയും കൂടെ ചേർത്ത് നമുക്കിതിനെ വായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതാണ്. കേരളത്തിലെ പുരോഗമന മേഖലയിലെ ജനങ്ങളുടെ ഒരു ചിന്തകൾക്ക് അതിലൊരു വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ. അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെ പ്രസ്ഥാനങ്ങൾ ഒത്തിരി കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ 90കളുടെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അല്ലെങ്കിൽ സമാനമായ ചിന്താഗതികളിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും അവിടെയൊക്കെ തന്നെ ഈ മാനസികമായിട്ടൊരു താല്പര്യമോ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നിരാശയൊക്കെ തോന്നുന്നു. അപ്പം അങ്ങനെ അതിൽ നിന്ന് സജീവമായിട്ടുണ്ടായിരുന്ന ഒട്ടേറെ പേര് പരിസ്ഥിതി മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കുന്ന വ്യക്തിപരമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ മാറിക്കഴിഞ്ഞു. പരിസ്ഥിതി എന്ന് പറയുന്ന സാധനത്തിൽ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് കഴിഞ്ഞ ഒരു സാഹചര്യം അന്നും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നിന്ന് വന്നത് നമ്മൾ പറയുന്ന പരിസ്ഥിതി മേഖലയിൽ ഇത്രയധികം ഒരു കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം, ലാഭത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടി എല്ലാം പർച്ചേസ് ചെയ്യുന്ന ആ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം പരിസ്ഥിതി മേഖലയിൽ കഴിഞ്ഞ 90കൾക്ക് ശേഷമാണ് കേരളത്തിൽ പോയുള്ളത്. നമ്മൾ സൈലന്റ് വാലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആ രീതിയിലേക്ക് അതിനെക്കുറിച്ചൊക്കെ ന്യായീകരണങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവർക്ക് ഒത്തിരി ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാലമായിരുന്നത്. ഇന്ന് പക്ഷേ ആ രീതിയിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യം. ഓരോ മേഖലയിലും പരിസ്ഥിതി സംഘടനകളുടെ കാര്യങ്ങളാണ് അത് ഒരുപക്ഷെ അങ്ങനെ നമ്മൾ പറയുന്നതിനോ വിമർശിക്കുന്നതിനോ ഇച്ചിരി കുഴപ്പങ്ങളുണ്ടായിരിക്കും. പരിസ്ഥിതി സംഘടനകൾ പോലും ഇന്ന് 100, 2, 3, 10 ഘടകങ്ങളായിട്ട് ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നു. ഓരോ വ്യക്തികൾ പോലും ഇന്ന് ഓരോ പരിസ്ഥിതി സംഘടനകളാണ്. പക്ഷേ അതെങ്ങനെ മുന്നോട്ട് ഒരു സമര സംഘടനയായിട്ട് കൊണ്ടുപോകാനുള്ള കഴിവിന്നില്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ നാളുകളായിട്ട് നമ്മൾ പറയുന്നത് പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഒരു യോജിച്ച പ്ലാറ്റ്ഫോമിലേക്ക് വരുവാൻ, കുറെ കൂടി വിപുലമായിരുന്ന ഒരു സമര മേഖലയായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതിലായിരുന്നു. അത് കുറച്ച് ചില ഘട്ടങ്ങളിലെല്ലാം വിജയിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അത് പരാജയപ്പെട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഇപ്പം ഈ കള്ളാടി ദുരന്തം ശരിക്കും അവസാനമായിട്ട് ചോദിക്കാനുള്ള 2 ചോദ്യങ്ങൾ. അതായത് ഈ കള്ളാടി ദുരന്തം എന്താണ് അടയാളപ്പെടുത്തുന്നത്? കള്ളാടി ദുരന്തം നമ്മളോട് എന്താണ് പറയുന്നത്? അപ്പം ആ സന്ദേശം വളരെ ഗൗരവത്തിലുള്ളതാണെങ്കിൽ ഈ കള്ളാടി ദുരന്തത്തിൽ നിന്ന് കേരളത്തിൽ ഏകീകൃതമായിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രസ്ഥാനം, ഒരു പരിസ്ഥിതി മൂവ്മെന്റ് വളർന്നു വരാനുള്ള സാധ്യത, ഈ 2 ചോദ്യങ്ങൾക്ക് അവസാനമായിട്ടൊന്ന് മറുപടി കിട്ടിയാൽ കൊള്ളാം. എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഭരിക്കുന്നത് നേരത്തെ LDF കഴിഞ്ഞ 10 വർഷം ഭരിച്ചു, അതിനുശേഷം ഇപ്പോൾ അതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇവരിൽ നിന്നും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഇവിടെയൊക്കെ തന്നെ ഇവരുടെ ഒരു കോംപ്രമൈസിങ് ആയിരിക്കുന്ന ഒരു ഒത്തുതീർപ്പ് മേഖലകളാണ് ഇവിടെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇവിടെയൊക്കെ തന്നെ ജനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ സംഘടനകൾ വലിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് യോജിച്ച് പ്രക്ഷോഭ രംഗത്തേക്ക് വരാതെ ഇതിനൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരൊറ്റ ഇഷ്യൂവിലാണെങ്കിൽ ആ ഇഷ്യൂവിൽ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. കള്ളാടി ഇനി കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല. ഇതൊരു ദുരന്തമായിട്ട് വീണ്ടും വീണ്ടും വികസിച്ച് വരികയാണ്. ദുരന്തമാണ് വികസിക്കുന്നത്, അല്ല വേറൊന്നും വികസിക്കുന്നില്ല. ദുരന്തം വികസിക്കുന്നത് കള്ളാടിയിലേക്ക് പോകുന്നു, അടുത്ത മറ്റൊരു സ്ഥലത്തിലേക്കായിരിക്കും ഇത് വരുന്നത്. ഈ ദുരന്തം വികസിക്കുന്നതിന് എതിരെ വരേണ്ടത് ജനങ്ങളുടെ വലിയൊരു മൂവ്മെന്റാണ്. അതിന് ശരിക്കും ഇതൊരു നിമിത്തമാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് വലിയ രീതിയിലേക്കുള്ള ഒരു മൂവ്മെന്റ്, ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നിലേക്ക് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ കേരളത്തിന് ശരിക്കും ഒട്ടേറെ ഇതിൽ മെസ്സേജസ് തന്നിട്ടുള്ള ആളാണ് മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിൽ മരിച്ചതിന് ശേഷം നമ്മളൊരു മാധവ് ഗാഡ്ഗിലിന് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി ഇതിലൊരു മൂവ്മെന്റ് ആക്കി എടുക്കാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു ആലോചിക്കും. ഇപ്പം എല്ലാവർക്കും യോജിച്ചു പോകാൻ പറ്റുന്ന, എല്ലാ പരിസ്ഥിതി സംഘടനകൾക്കും മനുഷ്യാവകാശ സംഘടനകൾക്കും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഒരു ഗാഡ്ഗിൽ ഫൗണ്ടേഷൻ എന്നുള്ള നിലയിൽ നമുക്കൊരു മെസ്സേജ് പൊതുസമൂഹത്തിന് കൊടുക്കാൻ, നാളത്തെ തലമുറകൾക്ക് കൊടുക്കാൻ കഴിയത്തക്കവണ്ണം അതിനെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മുടെ ഒരു പരിശ്രമം. ഇപ്പം ഈ കള്ളാടി ദുരന്തത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ളൊരു
പരിശ്രമത്തിലേക്ക് നമ്മൾ വരികയാണ്. കൂടുതൽ വിപുലമായ ഒരു പ്ലാറ്റ്ഫോം, എല്ലാവർക്കും കൂടി ഒരു ഇൻക്ലൂസീവ് ആയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാതെ ഇതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. അപ്പം പരിസ്ഥിതി മേഖലയുടെ ഇന്ന് സമരം എന്നൊരു ശരിയൊരു രാഷ്ട്രീയ സമരമാണ്. ആ രാഷ്ട്രീയ സമരത്തിലേക്ക് ജനങ്ങളെ ഒരുമിപ്പിച്ചു കൊടുക്കാൻ, ലീഡർഷിപ്പിലേക്ക് കുറേ ലീഡ് ചെയ്യാൻ അതേപോലെ കുറച്ച് ആളുകൾ വരാതെ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഈ ഇടതും വലതും ഈ രീതിയിലേക്ക് ഇതിനകത്ത് അവരുടെ ഒത്തുതീർപ്പ് പരിപാടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യും. ഇത് ജനങ്ങൾക്ക് ശരിക്കും ഒരു താക്കീതാണ്. അത് അവർ ആ രീതിയിലേക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി. സുഹൃത്തുക്കളെ, ഇപ്പോൾ ബാബുജി ഇത്ര നേരം പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, കള്ളാടി ദുരന്തം വളരെ ഗൗരവതരമായിട്ടുള്ള ചില സൂചനകൾ നമ്മുടെ മുന്നിൽ തരികയാണ്. അപ്പോൾ അത് ബോധ്യപ്പെട്ടുകൊണ്ട് ഈ പരിസ്ഥിതി സമരം എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ സമരമായി കണ്ടുകൊണ്ട് ഭരണകൂടങ്ങളിൽ നിന്ന് ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ അപകട സൂചനയാണെന്ന് കണ്ട് ഒരു വലിയ പരിസ്ഥിതി പ്രസ്ഥാനം കേരളത്തിൽ ഒരു രാഷ്ട്രീയ സമരമായി മാറത്തക്ക വിധത്തിൽ വളർന്നു വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബാബുജി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുപോലൊരു പരിസ്ഥിതി പ്രസ്ഥാനം വളർന്നു വന്നേ മതിയാവൂ, വളർന്നു വരും എന്നുമുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് കേരളത്തിലെ ഒരു മുൻനിര പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശ്രീ എസ് ബാബുജിക്ക് നമ്മളോട് പങ്കുവെക്കാനുള്ളത്.